ഹലോ ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണ് ഊട്ടി. മസിനഗുഡി വഴി ഊട്ടിയിലെത്തി അവിടുന്ന് കൂടല്ലൂർ റൂട്ടിലേക്കുള്ള ഓർഡറിലാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഊട്ടിയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മുതുമലൈ ടൈഗർ റിസർവ്. മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമലൈ, മസിനഗുഡി വഴി കാട്ടിലൂടെയുള്ള ഊട്ടിയിലേക്കുള്ള യാത്ര വളരെ മനോഹരമായ ഒരു റൂട്ടാണ്. തമിഴ്നാട് നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം കടുവ, പുള്ളിപ്പുലി, ആന, കരടി തുടങ്ങിയ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ ജീപ്പ് സഫാരിയും ആന സഫാരിയും ഉണ്ട്. 30 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. കൽഹട്ടി വാട്ടർഫോൾസ്. മസിനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് കൽഹട്ടി ഗ്രാമത്തിലുള്ള ഈ വെള്ളച്ചാട്ടം. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരെയും ആകർഷിപ്പിക്കുന്നതാണ്. ബൈസൺ വാലി വ്യൂ പോയിന്റ്. മസിനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റൂട്ടിലാണ് ഈ വ്യൂ പോയിന്റ്. നീലഗിരി മലനിരകളുടെ മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നും കാണാം. ബോട്ടാണിക്കൽ ഗാർഡൻ. പൂക്കളും ചെടികളും മരങ്ങളും നിറഞ്ഞ ഈ പുൽമേട് ഊട്ടിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഫ്ലവർ ഷോ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇവിടെ നടത്താറുണ്ട്. 50 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ടൈമിംഗ്. ഗവൺമെൻറ് മ്യൂസിയം. ട്രൈബൽ മ്യൂസിയം എന്നും വിളിക്കുന്ന 1989 സ്ഥാപിതമായ ഈ മ്യൂസിയം ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ്. 5 രൂപയാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ചാർജ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാണ് ടൈമിംഗ്. വാക്സ് വേൾഡ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും 1 കിലോമീറ്റർ മാറി ദൊഡ്ഡബേട്ടയിലേക്കുള്ള റോഡിലാണ് വാക്സ് വേൾഡ് മ്യൂസിയം. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ടൈമിംഗ്. 30 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. ടീ ഫാക്ടറി. തേയിലയുടെ ചരിത്രം, ചായപ്പൊടിയും ചോക്ലേറ്റുകളും എങ്ങനെ നിർമ്മിക്കാമെന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ചായ ഫ്രീ ആയി കിട്ടും. 10 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ടൈമിംഗ്. ഇവിടെ തന്നെ അഡ്വഞ്ചർ പാർക്കുമുണ്ട്. ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയും ഇതിനടുത്താണ്. ദൊഡ്ഡബേട്ടയിലേക്കുള്ള റോഡിലാണ് ഈ ടീ ഫാക്ടറി. ദൊഡ്ഡബെട്ട പീക്ക്. ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിന്റാണിത്. സൂസൈഡ് പോയിന്റ് എന്നും അറിയപ്പെടുന്നു. മലയുടെ മുകളിൽ വനം വകുപ്പ് ടെലസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ താഴ്വരയുടെ മനോഹാരിത ഒന്നാകെ കാണാം. 10 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ടീ പാർക്ക്. ദൊഡ്ഡബേട്ടക്കടുത്താണ് ഈ പാർക്ക്. തേയിലത്തോട്ടങ്ങളിലൂടെ നമുക്ക് നടക്കാം. നല്ലൊരു ഗാർഡനും കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുമുണ്ട്. 20 രൂപയാണ് എൻട്രി ചാർജ്. കോട്ടഗിരി. ദൊഡ്ഡബേട്ടയിൽ നിന്നും 24 കിലോമീറ്റർ അകലെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോട്ടഗിരി. മനോഹരമായ തേയിലത്തോട്ടങ്ങളും മലനിരകളും പച്ചപ്പും കോടമഞ്ഞും നിറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനാണ് കോട്ടഗിരി. ഊട്ടി ബോട്ട് ഹൗസ്. 65 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 1824 കൃത്രിമമായി നിർമ്മിച്ച തടാകമാണ് ഊട്ടി ലേക്ക്. 300 രൂപ മുതൽ പല ടൈപ്പ് ബോട്ടിങ്ങുകളും ഇവിടെയുണ്ട്. രാവിലെ 9 മുതൽ 6 വരെയാണ് ടൈമിംഗ്. 15 രൂപയാണ് എൻട്രി ചാർജ്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, 7D സിനിമ, ഹൊറർ ഹൗസ്, ഷൂട്ടിംഗ്, മിനി ട്രെയിൻ, ഹോഴ്സ് റൈഡ്, ഫുഡ് കോർട്ട് തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. ഓരോത്തിനും സെപ്പറേറ്റ് ചാർജാണ്. ത്രെഡ് ഗാർഡൻ. ഊട്ടി തടാകത്തിന് എതിർവശത്താണ് മനോഹരമായ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നിറഞ്ഞ ചെറിയ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കൈകൊണ്ട് നെയ്തെടുത്ത പൂക്കൾ കൃത്രിമമാണോ യഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. 20 രൂപയാണ് എൻട്രി ചാർജ്. തണ്ടർ വേൾഡ്. ബോട്ട് ഹൗസിനടുത്താണ് തണ്ടർ വേൾഡ്. ദിനോസറുകളുടെ ചലിക്കുന്ന മോഡലുകളും 5D തിയേറ്ററുകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കൂടാതെ മഞ്ഞിലും കളിക്കാം. കുട്ടികൾക്കൊപ്പം സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ്. രാവിലെ 9:30 മുതൽ 6:30 വരെയാണ് ടൈമിംഗ്. ഇവിടെ തന്നെ വാക്സ് പ്ലാനറ്റുമുണ്ട്. കർണാടക സിരി ഗാർഡൻ. 38 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ ഉദ്യാനം ബോട്ട് ഹൗസിൻ്റെ അടുത്താണ്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് എൻട്രി ചാർജ്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ടൈമിംഗ്. കെയ്ൻ ഹിൽ റിസർവ് ഫോറസ്റ്റ്. ബോട്ട് ഹൗസിൽ നിന്ന് 4.5 കിലോമീറ്റർ അകലെയാണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. വ്യൂ ടവർ, തൂക്കുപാലം, മനോഹരമായ കാട്ടുപാതകൾ, ചെറിയൊരു ഫോറസ്റ്റ് മ്യൂസിയവും ഇവിടെയുണ്ട്. കാട്ടുപോത്ത്, മാനുകൾ, കാട്ടുനായ്ക്കൾ എന്നിവയെ നമുക്ക് കാണാൻ സാധിക്കും.
റോസ് ഗാർഡൻ. ഊട്ടിയിലെ ഏൽക്ക് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡൻ രാജ്യത്തെ ഏറ്റവും വലിയ റോസ് ഗാർഡനാണ്. 3600 വ്യത്യസ്ത ഇനങ്ങളിലുള്ള റോസാ ചെടികളാണ് ഇവിടുത്തെ ആകർഷണം. 40 രൂപയാണ് എൻട്രി ചാർജ്. 7:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ടൈമിംഗ്. കെട്ടി വാലി വ്യൂ പോയിന്റ്. ഊട്ടി കുന്നൂർ റോഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യൂ പോയിന്റാണ് ദക്ഷിണേന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കെട്ടി താഴ്വര. നീലഗിരി മലനിരകളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ലൗഡെയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം നീലഗിരിയിലെ ഉയരമേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ലൗഡെയിലിൽ ഏത് സമയത്തും തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. ഊട്ടിയിലെ അറിയപ്പെടുന്ന ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇവിടം. ടോയ് ട്രെയിൻ. ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിൻ യാത്ര വളരെ മനോഹരമാണ്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള നീലഗിരി പർവ്വത മലനിരകളുടെ വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഗുഹകളും കണ്ടുള്ള യാത്ര അവിസ്മരണീയമാണ്. എമറാൾഡ് ലേക്ക്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മറ്റൊരു സ്ഥലമാണ് എമറാൾഡ് തടാകം. പച്ചപ്പ് നിറഞ്ഞ ഇവിടെ സൈലന്റ് വാലി എന്നും അറിയപ്പെടുന്നു. നീലഗിരി കുന്നുകളിലെ എമറാൾഡ് ഗ്രാമത്തിനടുത്താണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിന് സമീപം ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. ബോട്ട് ഹൗസിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് ഈ തടാകം. അവലാഞ്ച് ലേക്ക്. എമറാൾഡ് തടാകത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മലകൾക്കും പച്ചപ്പിനും ഇടയിലാണ് ഈ തടാകം. നല്ലൊരു പിക്നിക് സ്പോട്ടാണിത്. പൈൻ ഫോറസ്റ്റ്. മനോഹരമായ പൈൻമരക്കാടും തടാകവുമാണ് ഇവിടെയുള്ളത്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണിത്. 30 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ടൈമിംഗ്. കാമരാജ് സാഗർ ഡാം. പൈൻ ഫോറസ്റ്റിനടുത്തുള്ള ഡാം സിനിമാ ഷൂട്ടിങ്ങുകൾക്കും പ്രസിദ്ധമാണ്. സാന്റിനെല്ല റിസർവോയർ എന്നും അറിയപ്പെടുന്ന ഈ ഡാം മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഷൂട്ടിംഗ് പോയിന്റ്. കാമരാജ് ഡാമിൽ നിന്നും ഗൂഡല്ലൂരിലേക്കുള്ള റൂട്ടിലുള്ള മൊട്ടക്കുന്നാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് സിനിമകൾ എടുത്ത സ്ഥലമാണിത്. 30 രൂപയാണ് എൻട്രി ചാർജ്. കുതിര സവാരിയും ഇവിടെയുണ്ട്. പൈക്കര വാട്ടർഫോൾസ്. ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നും ഗൂഡല്ലൂർ ഊട്ടി ഹൈവേയിലെ പൈക്കര ഡാമിനടുത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടിലൂടെ അരുവി പോലെ ഒഴുകുന്ന വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. 30 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ടൈമിംഗ്. പൈക്കര ബോട്ട് ഹൗസ്. മെയിൻ റോഡിൽ ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ട് വാഹനം ഓടിച്ചു പോകണം. പോകും വഴി ടോളുണ്ട്. സ്പീഡ് ബോട്ടും നോർമൽ ബോട്ടും ഇവിടെയുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ബോട്ടിങ്ങിൽ കാട്ടുമൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഈവനിങ് പോകുന്നതാണ് നല്ലത്. 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ടൈമിംഗ്. പിക്നിക് ലേക്ക്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ മനോഹരമായ സ്ഥലം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് ചാർജ് ഒന്നുമില്ല. മുകുർത്തി നാഷണൽ പാർക്ക്. പ്രകൃതി സ്നേഹികളുടെ മറ്റൊരു ഇഷ്ട ലൊക്കേഷനാണ് മുകുർത്തി ദേശീയോദ്യാനം. പൈക്കര ജില്ലയിലെ നീലഗിരി ബയോ റിസർവിൻ്റെ ഭാഗമാണ് ഈ വന്യജീവി സങ്കേതം. നിരവധി ഔഷധ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. ട്രക്കിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഗൂഡല്ലൂർ ഊട്ടി നാഷണൽ ഹൈവേ 67 ഗൂഡല്ലൂരിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. 360 ഡിഗ്രി കാഴ്ച ഇവിടെ നിന്നാൽ കിട്ടും. ഊട്ടി യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത്. യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ്. ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട്. ഫ്രോഗ് ഹിൽ. ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിക്ക് സമീപത്തുള്ള മനോഹരമായ കുന്നുകളിലൊന്നാണ് തവളമല. ചുറ്റുമുള്ള പ്രദേശങ്ങളും തേയിലത്തോട്ടങ്ങളും അതുപോലെ ചെറിയ ഗ്രാമങ്ങളും അവിസ്മരണീയമായ കാഴ്ചകൾ നമുക്ക് തരുന്നു. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.